സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം കൗതുകകരമായ ഒരു സംഭവം നടന്നു. ചുവപ്പുകോട്ടയെന്ന് അറിയപ്പെടുന്ന തലശ്ശേരിയിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീറിനോട് വോട്ട് അഭ്യർത്ഥിച്ചാണ് UDF വടകര മണ്ഡലം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എത്തിയത്. ഇത് തലശ്ശേരിയിൽ പ്രചരണത്തിന് വ്യത്യസ്തത പകർന്നു. തലശ്ശേരി മാർക്കറ്റും ബസ് സ്റ്റാൻഡും സർക്കാർ ആശുപത്രിയും കോടതിയും സന്ദർശിച്ച ശേഷമാണ് നഗരസഭാ കാര്യാലയത്തിൽ സ്പീക്കർ AN ഷംസീർ ഉള്ള വിവരം ലഭിക്കുന്നത്. ഉടൻ നേരിൽ കാണാനായി അവിടേക്ക് എത്തുകയായിരുന്നു ഷാഫി പറമ്പിൽ. നഗരസഭാധ്യക്ഷ KM ജമുന റാണിയുടെ ചേംബറിലായിരുന്നു സ്പീക്കർ. ഷാഫി നേരിട്ട് അവിടേക്കെത്തി. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം മണ്ഡലത്തിലെ തന്റെ വോട്ടർ കൂടിയായ സ്പീക്കറോടും നഗരസഭാ അധ്യക്ഷയോടും ഷാഫി വോട്ട് അഭ്യർത്ഥിച്ചു. തലശ്ശേരി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സ്പീക്കർക്ക് ഇതേ മണ്ഡലത്തിലെ പാറാലാണ് വോട്ടുള്ളത്. വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് തലശ്ശേരി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ഷുഹൈബ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ലത്തീഫ്, തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ, DCC സെക്രട്ടറി അബൂട്ടി ഹാജി, സജീവ് മാറോളി, കൗൺസിലർമാരായ ശശി മാസ്റ്റർ, M മോഹനൻ, PK സോന, VC പ്രസാദ്, നസീർ M, TP ഷാനവാസ് തുടങ്ങിയവർ ഷാഫിക്കൊപ്പം ഉണ്ടായിരുന്നു. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എതിർകക്ഷി നേതാക്കളോട് വോട്ട് അഭ്യർത്ഥിച്ച UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും LDF സ്ഥാനാർത്ഥി KK ശൈലജയും എത്തിയതും ശ്രദ്ധേയമായി. ഇഫ്താർ സംഗമങ്ങളിലും ക്ഷേത്രോത്സവങ്ങളിലും സജീവ സാന്നിധ്യമായ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ ഭേദമന്യേയാണ് വോട്ടു തേടിയുള്ള പ്രയാണം നടത്തുന്നത്. CPM പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലെത്തുമ്പോൾ കോൺഗ്രസ്, മുസ്ലിം ലീഗ് സ്വാധീന പ്രദേശങ്ങളിലാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ വോട്ട് അഭ്യർത്ഥിച്ച് എത്തുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി വടകര മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയ യുവ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിനെ വൻ സ്വീകരണം ഒരുക്കിയാണ് ആഴ്ചകൾക്ക് മുൻപ് വടകരയിലെ UDF പ്രവർത്തകർ വരവേറ്റത്. വടകരക്കാർ തനിക്കേകിയ ഉജ്ജ്വലമായ സ്വീകരണം ഹൃദയത്തിൽ തട്ടുന്നതാണെന്നായിരുന്നു ഷാഫി പറമ്പിൽ അന്നു പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കേണ്ടതിന്റെ അനിവാര്യത വടകരക്കാർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വർഗീയത തോൽക്കണം, ഒപ്പം അക്രമ രാഷ്ട്രീയവും തോൽക്കുകയും സമാധാനം ജയിക്കുകയും വേണം. അതിന് വടകര UDFനൊപ്പം നിൽക്കും. എവിടെ ചെന്നാലും ഏതു പദവിയിലാണെങ്കിലും പദവിയൊന്നുമില്ലെങ്കിലും പാലക്കാടിന്റെ സ്നേഹം തന്നിൽ നിന്ന് അറുത്തുമാറ്റാൻ കഴിയില്ലെന്നും അതാണ് വടകരയിലും കരുത്തായി മാറുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. വടകരയിലേക്ക് തിരിച്ച ഷാഫിയെ അതിവൈകാരികമായാണ് പാലക്കാട്ടുകാർ യാത്രയച്ചത്. അതേസമയം ഇടത് ശക്തി കേന്ദ്രമാണ് വടകര എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ അപ്പോഴും ഇത് UDFനെ ജയിപ്പിക്കുന്ന മണ്ഡലമാണ് എന്നുകൂടി ഓർക്കണം. വടകര കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സ്വാധീന മേഖലയാണ്. കൊല്ലപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും TP ചന്ദ്രശേഖരൻ നിത്യ ചർച്ചയാകുന്ന മണ്ഡലം. TP വധക്കേസിലെ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നതും ശ്രദ്ധേയമാണ്. CPMനും കോൺഗ്രസിനും പുറമെ PSP, SSP എന്നീ സോഷ്യലിസ്റ്റ് പാർട്ടികളെയും ജയിപ്പിച്ച ചരിത്രമുണ്ട് വടകരയ്ക്ക്. കോൺഗ്രസ് U, കോൺഗ്രസ് S ടിക്കറ്റുകളിലായി KP ഉണ്ണികൃഷ്ണൻ 1971 മുതൽ 91 വരെ തുടർച്ചയായി 6 തവണ ജയിച്ച സീറ്റ്. 96-ൽ O ഭരതനിലൂടെ CPMന്റേതായ മണ്ഡലം 2009-ൽ RMP രൂപീകരണത്തോടെ കൈവിട്ടുപോയി. 2012-ൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതോടെ മണ്ഡലം UDFലേക്ക് കൂടുതൽ ചായുകയായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടർച്ചയായി 2 തവണ ജയിച്ച സീറ്റ് തിരിച്ചുപിടിക്കാൻ CPM കഴിഞ്ഞ തവണ P ജയരാജനെ തന്നെ രംഗത്തിറക്കിയപ്പോൾ K മുരളീധരനായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. രാഹുൽ തരംഗം ആഞ്ഞടിക്കുക കൂടി ചെയ്തതോടെ മുരളിക്ക് 84,663 വോട്ടിന്റെ ആധികാരിക ജയം നേടാനായി. ഇത്തവണ പാർട്ടി ഇതര വോട്ടുകളും സമാഹരിക്കാൻ കഴിയുന്ന പൊതു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥി വേണമെന്നാണ് CPM കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന്റെ നിർബന്ധം KK ശൈലജയിലെത്തിയത്. KK ശൈലജയ്ക്കുള്ള ജനപ്രീതിയിലും സ്ത്രീ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ അവർക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തിലുമാണ് വടകരയിൽ പാർട്ടിയുടെ പ്രതീക്ഷ.